ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റോഡ് അപകടത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ. പുതിയ പദ്ധതി പ്രഖ്യാപിച്ച നിതിൻ ഗഡ്കരി. പെരിയ ഇരട്ടക്കൊലക്കേസ് മുൻ MLA അടക്കമുള്ള 4 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം നാളെ. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത HMPV പുതിയ വൈറസ് അല്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് IMA. ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ. ഹണി റോസിന് പിന്തുണയറിയിച്ച മുഖ്യമന്ത്രി. വാർത്തകൾ വിശദമായി. വാഹനാപകടത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പുതിയ പദ്ധതി സർക്കാർ അംഗീകരിച്ചതായി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു. അപകടത്തിൽപ്പെട്ടവർ മരിച്ചാൽ കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. അപകടത്തിന് ശേഷം പോലീസിനെ വിവരമറിയിച്ച് 24 മണിക്കൂറിനുള്ളിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന രോഗിയുടെ 7 ദിവസത്തെ ചികിത്സയ്ക്കുള്ള ചെലവ് സർക്കാർ വഹിക്കും. പരമാവധി 1.5 ലക്ഷം രൂപയാണ് അനുവദിക്കുക. ഹിറ്റ് ആൻഡ് റൺ കേസുകളിൽ മരിച്ചവർക്ക് 2 ലക്ഷം രൂപയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ബസ്സുകൾക്കും ട്രക്കുകൾക്കും പുതിയ സാങ്കേതിക അധിഷ്ഠിത സംവിധാനങ്ങൾ അവതരിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. അസം, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, പുതുച്ചേരി, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ സ്കീമിൽ നിന്ന് ഇതുവരെ 6840 പേർക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചാൽ മണിക്കൂറിൽ ചികിത്സ ഉറപ്പാക്കി 50,000 പേരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നും മന്ത്രി വ്യക്തമാക്കി. കണക്കുകൾ പ്രകാരം 2023 റോഡ് മരണങ്ങൾ 1.72 ലക്ഷമായി വർദ്ധിച്ചിട്ടുണ്ട്. 2022 അപേക്ഷിച്ച് 4.2% കൂടുതലാണ്. ഡ്രൈവർമാർക്ക് ഉറക്കം വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ അറിയിക്കാനുള്ള ഓഡിയോ വാർണിംഗ് സിസ്റ്റം, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, മോശം സ്റ്റിയറിംഗ്, നിയന്ത്രണം കണ്ടെത്തുമ്പോൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം എന്നിവയാണ് നിർബന്ധമാക്കുക. കൊമേഴ്സ്യൽ ഡ്രൈവർമാർ പ്രതിദിനം 8 മണിക്കൂറിൽ കൂടുതൽ ഡ്രൈവിംഗ് നടത്തുന്നില്ലെന്നത് ഉറപ്പാക്കുന്നതിന് ആധാർ അധിഷ്ഠിതമായ സാങ്കേതിക വിദ്യ പരിഗണിക്കുന്നുണ്ടെന്ന് ഗഡ്കരി വെളിപ്പെടുത്തി. അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നവർക്കുള്ള പ്രതിഫലം 5000 രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കുമെന്നും 2025 മാർച്ചോടെ പദ്ധതി എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 2024 का जो ये आ रहा है उसमें 1,80,000 मौतें हुई है. 30,000 लोगों की मौतें जो है वो हेलमेट न पहनने के कारण हुई है. दूसरी गंभीर बात यह है कि 18 से 34 वयोगट में 66% मौतें हुई है. हमारे स्कूल और कॉलेज के सामने एग्जिट एंट्री पॉइंट में उसकी ठीक व्यवस्था न होने के कारण 10,000 बच्चों की मौतें हुई है. हमारी स्कूल के लिए जो ऑटो रिक्शा है और जो मिनी बस है उसके बारे में भी हमने नियम बनाए ताकि इसके एक्सीडेंट में बड़े प्रमाण पर मौतें हुई है. तो पहली बात तो रोड सेफ्टी, इस विषय पर काफ़ी डिटेल में चर्चा हुई और ब्लैक स्पॉट्स को आइडेंटिफाई करना, रोड इंजीनियरिंग, ऑटोमोबाइल इंजीनियरिंग में हमने सुधार किए हैं और ड्राइवर्स के बारे में लेन डिसिप्लिन है. बाद में सिग्नल का कानून के प्रति आदर और सम्मान रखने के लिए ड्राइविंग लाइसेंस के न होने के कारण ऐसे भी लोगों ने गाड़ियाँ चलाई, उसके कारण भी करीब 3,000 मौतें हुई है. तो ये सब आइडेंटिफाई करके रीज़न पे चर्चा हुई और आगे सबने मिलकर ये निर्धार तय किया कि हम इसको कम करने की कोशिश करेंगे. बाद में जब एक्सीडेंट होता है तो हमने एक नई स्कीम शुरू की है, कैशलेस ट्रीटमेंट. और एक्सीडेंट होने के बाद तुरंत 24 घंटे के अंदर जैसे पुलिस में इंफॉर्मेशन जाएगी तो डॉक्टर जो होगा उसको, जो पेशेंट एडमिट होगा उसको 7 दिन तक ट्रीटमेंट का खर्चा या मैक्सिमम अप टू 1.5 लाख रुपए हम तुरंत देंगे उसकी ट्रीटमेंट के लिए. बाद में हीट एंड रन विक्टिम्स जो है उसमें भी मृत्यु होती है तो हम 2 लाख रुपए देंगे. इसके साथ साथ ये कैशलेस ट्रीटमेंट में हमने पायलट प्रोजेक्ट कुछ राज्यों में किए, कुछ कमियां ध्यान में आई, उसको सुधार कर अब नए आदेश हम वितरित करेंगे और ये भी निश्चित रूप से उपयोगी होगा. IIT मद्रास ने एक अच्छा ऐप तैयार किया है जिसमें ट्रांसपोर्ट सेक्टर को एक प्रकार जो अनेक रिफॉर्म है वो सब उसमें आए हैं, तो उसको भी लॉन्च किया गया. हम सर्कुलेशन इकोनॉमी को प्रधानमंत्री जी ने बहुत प्राधान्य दिया है और इसलिए स्क्रैपिंग पॉलिसी, इसके बारे में डिटेल चर्चा हुई. अभी जो गाड़ी लेते समय जो रजिस्ट्रेशन फ़ी होती है
उसमें अगर आपके पास स्क्रैपिंग सर्टिफिकेट होगा तो नई गाड़ी खरीदते समय आपको 50% यानी 50,000 रुपये की सहूलियत देने की योजना है। उसके साथ साथ जो मैन्युफैक्चरर है उन्होंने 1.5 से 3% तक कॉस्ट में अगर सर्टिफिकेट हो तो वो भी सहूलियत देंगे। ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഉടമ ബോബി ചെമ്മണ്ണൂരിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. വയനാട്ടിലെ റിസോർട്ടിൽ നിന്നാണ് കൊച്ചിയിൽ നിന്നെത്തിയ അന്വേഷണ സംഘം ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്ത സാഹചര്യത്തിലാണ് കൊച്ചി സെൻട്രൽ പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. അതിനിടെ ഹണി റോസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ ബന്ധപ്പെട്ട് എല്ലാ നിയമ നടപടികൾക്കും പിന്തുണ അറിയിച്ചു. നേരത്തെ കേസ് അന്വേഷിക്കാൻ എറണാകുളം സെൻട്രൽ പോലീസ് SP C ജയകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. ഇന്നലെ വൈകിട്ടു തന്നെ ഇവരുടെ സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു എന്നാണ് വിവരം. കേസിൽ ഇളവുകളൊന്നും നൽകേണ്ടതില്ലെന്ന തീരുമാനം പോലീസ് സ്വീകരിച്ചു. കാരണം ഹണി റോസ് ആദ്യം നൽകിയ പരാതി സമൂഹമാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ അസഭ്യ പ്രയോഗങ്ങളും അപകീർത്തി പരാമർശങ്ങളും നടത്തിയവർക്കെതിരെയായിരുന്നു. ഇതിൽ ഉടൻ തന്നെ 30 പേർക്കെതിരെ കേസെടുക്കുകയും കുമ്പളം സ്വദേശി ഷാജിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത്തരത്തിൽ കേസെടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ഇതിനേക്കാൾ ഗൗരവമായ പരാതിയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് നൽകിയിരുന്നതെന്നതിനാൽ നടപടി സ്വീകരിക്കാൻ പോലീസിന് മേലും സമ്മർദ്ദമുണ്ടായിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി ഹണി റോസ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ലൈംഗിക ചുവയോടെയുള്ള അശ്ലീല ഭാഷണത്തിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ 75-ാം വകുപ്പ് പ്രകാരവും ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നതിനെതിരെ IT ആക്ടിലെ 67 വകുപ്പ് പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഓഗസ്റ്റ് 7-ന് ബോബി ചെമ്മണ്ണൂരിന്റെ കണ്ണൂർ ആലക്കോട് ജ്വല്ലറി ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ നേരിട്ട ലൈംഗിക അതിക്രമങ്ങളും അതിനുശേഷവും പല വേദികളിലും താൻ നേരിട്ട ബുദ്ധിമുട്ടുകളും നടി പരാതിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. താൻ മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ സമയം തേടിയിരുന്നുവെന്നും മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതായും വലിയ ആശ്വാസമായാണ് അതുണ്ടാക്കിയതെന്നും ഹണി റോസ് പ്രതികരിച്ചു. DGPയുമായും ഹണി റോസ് സംസാരിച്ചിരുന്നു. പെരിയ ഇരട്ടക്കൊലക്കേസിൽ 4 പ്രതികളുടെ ശിക്ഷാവിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. CPM നേതാവും ഉദുമ മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള 4 പ്രതികളുടെ ശിക്ഷയാണ് ഹൈക്കോടതി സ്റ്റേ നൽകിയിരിക്കുന്നത്. 5 വർഷം തടവിനാണ് ഇവരെ CBI കോടതി ശിക്ഷിച്ചിരുന്നത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതിയെ നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുപോയെന്ന കുറ്റമാണ് KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ, വെളുത്തോളി രാഘവൻ, KV ഭാസ്കരൻ എന്നിവർക്കെതിരെ ചുമത്തിയിരുന്നത്. ഇവരുടെ അപ്പീൽ സ്വീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നത്. CBIക്ക് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് മറുപടി ലഭിച്ച ശേഷമായിരിക്കും ഹർജിയിൽ തുടർവാദം. ഇവർക്കൊപ്പം കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള 10 പേരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതിയുടെ മുൻപാകെ എത്തിയിട്ടില്ല. കൊലപാതകം ചുമത്തപ്പെട്ട 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരുന്നത്. 1 മുതൽ 8 വരെ പ്രതികളായ പീതാംബരൻ, സജി ജോർജ്, സുരേഷ്, അനിൽകുമാർ, ഗിജിൻ, ശ്രീരാഗ്, അശ്വിൻ, സുബീഷ്, 10-ാം പ്രതി T രഞ്ജിത്ത്, 15-ാം പ്രതി സുരേന്ദ്രൻ എന്നിവർക്കെതിരെയാണ് ജീവപര്യന്തം വിധിച്ചത്. ഇവർക്ക് 2 കുറ്റകൃത്യങ്ങളിലായി 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് കേരളം ഏറെ ഉറ്റുനോക്കിയ ഇരട്ടക്കൊലക്കേസ് വിധി വരുന്നത്. 2019 ഫെബ്രുവരി 17-നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും രാഷ്ട്രീയ വൈരാഗ്യം മൂലം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ CBI അന്വേഷണം തടയാൻ ശ്രമിച്ചത് ഇവരെ സംരക്ഷിക്കാനായിരുന്നുവെന്ന ആരോപണം ബലപ്പെടുകയാണ്. ശിക്ഷിക്കപ്പെട്ട പലരും നിരപരാധികളാണെന്നാണ് CPM വാദം. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് പുതിയ വൈറസ് അല്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഇത് ചൈനയിൽ നിന്ന് വന്ന വൈറസ് അല്ലെന്നും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും IMA കൊച്ചി ഘടകം വ്യക്തമാക്കി. പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് എബ്രഹാം, IMA കൊച്ചി സയന്റിഫിക് കമ്മിറ്റി ചെയർമാനും മുഖ്യ വക്താവുമായ ഡോക്ടർ രാജീവ് ജയദേവൻ, ഡോക്ടർ MI ജുനൈദ് റഹ്മാൻ, IAP മുൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ സച്ചിദാനന്ദ കമ്മത്ത്, IAP മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ M നാരായണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. HMPV വൈറസ് COVID-19 സമാനമാണെന്ന രീതിയിലുള്ള പ്രചരണം അനാവശ്യമാണ്. കോവിഡിന് മുന്നേ ഈ വൈറസ് ഉള്ളതാണ്. ഇത് ചൈനയിൽ നിന്ന് വന്നതോ പുതിയ വൈറസോ അല്ല. ഇത്തരത്തിൽ അനാവശ്യമായി ഭീതി പരത്തുന്നത് അവസാനിപ്പിക്കണം. ജലദോഷം പരത്തുന്ന വൈറസുകളുടെ സ്ഥിരം പട്ടികയിൽ വരുന്നതാണ് HMPV.
ഇതിനെ പുതിയ വൈറസ് രോഗമായ കോവിഡുമായി താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. കഴിഞ്ഞ വർഷങ്ങളിലും ഇന്ത്യയിൽ പലയിടത്തായി HMPV വൈറസ് ബാധിച്ചു. ഇൻഫ്ലുവൻസ, H1N1 അടക്കമുള്ള വൈറസുകളെ പരിശോധനയിൽ കണ്ടെത്തുന്നതിനൊപ്പം HMPV വൈറസും കണ്ടെത്തിയിട്ടുള്ളതാണ്. പുതിയതായി കണ്ടെത്തിയത് എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ജലദോഷം ബാധിച്ച എല്ലാവർക്കും ഇത്തരം ചിലവേറിയ പരിശോധനകളുടെ ആവശ്യവുമില്ല. ആസ്മ, ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവർക്ക് മാത്രമായിരിക്കും HMPV വൈറസ് അല്പം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ചിലപ്പോൾ ആശുപത്രിവാസം വേണ്ടിവരികയും ചെയ്യുക. HMPV വൈറസിനെതിരെ നിലവിൽ പ്രത്യേക ആന്റിവൈറൽ മരുന്നുകളോ വാക്സിനുകളോ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. അത്രയും ഗുരുതരമല്ലാത്തതിനാലാണ് വാക്സിനിലേക്കൊന്നും പോകാത്തത്. ശൈത്യകാലത്താണ് HMPV വൈറസ് ബാധ വർദ്ധിക്കുന്നത്. ചൈനയിൽ ഇപ്പോൾ ശൈത്യകാലമാണ്. ജലദോഷം വന്നാൽ അവിടെയുള്ളവർ വലിയ ആശുപത്രികളിലാണ് ചികിത്സ തേടുന്നത്. ഒപ്പം നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും IV ഡ്രിപ്പ് ഇടുന്നതും ശീലമാണ്. അതിനാൽ ശൈത്യകാലത്ത് വടക്കൻ ചൈനയിൽ ആശുപത്രികളിൽ വലിയ തിരക്ക് പതിവാണ്. ഇതിന്റെയെല്ലാം ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ വീണ്ടും മഹാമാരി വരുന്നുവെന്ന തലക്കെട്ടോടുകൂടി അനാവശ്യ ഭീതി പരത്തി പ്രചരിപ്പിക്കുന്നതെന്നും ഇത് കണ്ട് ആരും ഭയപ്പെടേണ്ടതില്ലെന്നും ഡോക്ടർമാർ പറഞ്ഞു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ ചൊവ്വാഴ്ച ബീജിംഗിലെത്തും. 4 ദിവസത്തെ സന്ദർശനമാണ് പ്രസിഡന്റ് നടത്തുകയെന്ന് ശ്രീലങ്കൻ സർക്കാർ വക്താവ് അറിയിച്ചു. ഇന്ത്യ സന്ദർശനത്തിന് പിന്നാലെയാണ് ചൈനയിലേക്ക് പോകുന്നത്. സമുദ്ര ഗവേഷണ കപ്പലുകൾക്ക് അനുമതി നൽകാൻ ചൈന ശ്രീലങ്കയോട് ആവശ്യപ്പെടുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുടെ സന്ദർശനം. ശ്രീലങ്കൻ മേഖല ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒന്നിനും വിട്ടുകൊടുക്കില്ലെന്ന് മോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ദിസനായകെ ഉറപ്പു നൽകിയിരുന്നു. ജനുവരി 14 മുതൽ 17 വരെയാണ് ദിസനായകയുടെ ചൈന സന്ദർശനം. വിദേശകാര്യ ടൂറിസം മന്ത്രി വിജിത ഹെറാത്ത്, ഗതാഗത വ്യോമയാന മന്ത്രി ബിമൽ രത്നായകെ എന്നിവരും പ്രസിഡന്റിനെ അനുഗമിക്കും. ശ്രീലങ്കയുടെ മണ്ണ് ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ ഇന്ത്യ സന്ദർശനത്തിനിടെ പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശ്രീലങ്കയിലേക്ക് ദിസനായകെ ക്ഷണിക്കുകയും ചെയ്തു. ശ്രീലങ്കയിലെ തമിഴരുടെ ഉന്നമനത്തിന് പുതിയ സർക്കാരും എല്ലാ നടപടിയും എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ മാനുഷിക പരിഗണന ഉണ്ടാകണമെന്നും നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇരട്ട നികുതി ഒഴിവാക്കാനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ശ്രീലങ്കയിലേക്ക് പുതിയ ഫെറി സർവീസ് തുടങ്ങാനും ധാരണയായി. 200 ശ്രീലങ്കൻ വിദ്യാർത്ഥികൾക്ക് കൂടി ഇന്ത്യ സ്കോളർഷിപ്പ് നൽകും. 1500 ശ്രീലങ്കൻ ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യയിൽ പരിശീലനം നൽകുമെന്നും നരേന്ദ്രമോദി അറിയിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ നിഷേധിച്ച് KFC മാനേജ്മെന്റ്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും KFCയുടെ നിക്ഷേപ തീരുമാനങ്ങളെല്ലാം KFC ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരത്തോടെയാണെന്നും മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. RBIയുടെയും സെബിയുടെയും അംഗീകാരമുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളുടെ നിർദ്ദേശപ്രകാരമാണ് അനിൽ അംബാനിയുടെ കമ്പനിയിൽ നിക്ഷേപം നടത്തിയതെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. നിക്ഷേപിച്ച മുഴുവൻ തുകയും തിരികെ ലഭിക്കാനായി മുംബൈ ഹൈക്കോടതിയിൽ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടുന്നു. KFCയുടെ നിക്ഷേപ തീരുമാനങ്ങളെല്ലാം KFC ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരത്തോടെയും കേന്ദ്ര നിയമത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നടത്തിയത്. 2016 ജൂൺ 28 ചേർന്ന ബോർഡ് യോഗം 250 കോടി രൂപ അധിക ധനസമാഹരണം നടത്താൻ തീരുമാനിച്ചു. പ്രവർത്തന മൂലധനം ഉയർത്താനായിരുന്നു ഇത്. ഈ തുക പണവിപണിയിൽ നിന്ന് സമാഹരിക്കാൻ തീരുമാനിച്ചിരുന്നു. കമ്പനിയുടെ അന്നുണ്ടായിരുന്ന റേറ്റിംഗ് ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ബോർഡ് തീരുമാനം. എന്നാൽ നിഷ്ക്രിയ ആസ്തി ഉയർന്നതുകൊണ്ട് ആ വർഷം ഈ തീരുമാനം സാധ്യമായില്ല. RCFLന്റെ നിക്ഷേപം KFC ഒരു ഘട്ടത്തിലും മറച്ചുവെച്ചിട്ടില്ല. 2016 മെയ് മാസത്തിൽ ക്രെഡിറ്റ് റേറ്റിംഗ് മെച്ചപ്പെടുത്തലിന്റെ ഭാഗമായി 50 കോടി രൂപ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിക്ഷേപിച്ചപ്പോൾ ബാങ്കുകളുമായുള്ള ടേം ഡെപ്പോസിറ്റ് എന്ന തലക്കെട്ടിൽ വാർഷിക റിപ്പോർട്ടിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പറയുന്നു. RCFLന്റെ ആസ്തി ബാധ്യതകൾ ഏറ്റെടുക്കുന്നതിന് നടത്തിയ ടെൻഡറിൽ ഓദം എന്ന കമ്പനി തെരഞ്ഞെടുക്കപ്പെട്ടു. ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഹർജിയുടെ അടിസ്ഥാനത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായ ഓദം KFCക്ക് മാത്രം നിക്ഷേപത്തിന്റെ 52% വരെ മടക്കി നൽകാമെന്ന വാഗ്ദാനം മുന്നോട്ട് വെച്ചു. ഈ വാഗ്ദാനം നിലനിൽക്കുമ്പോഴും നിക്ഷേപിച്ച മുഴുവൻ തുകയും തിരികെ ലഭിക്കാനായി മുംബൈ ഹൈക്കോടതിയിലെ നിയമ നടപടികൾ KFC തുടരുകയാണ്. വസ്തുതകൾ ഇല്ലാതായിരിക്കെ KFCയുടെ മികച്ച പ്രവർത്തന മുന്നേറ്റത്തെ തകർക്കുന്ന പ്രചരണങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നും KFC മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. ISRO ചരിത്രത്തിൽ ആദ്യമായി നടത്തുന്ന സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം നാളെ. ISRO 2024 ഡിസംബർ 30 വിക്ഷേപിച്ച
സ്പേഡെക്സ് ദൗത്യത്തിലെ ചേസർ, ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുകയാണ് ISROയുടെ ലക്ഷ്യം. ഇന്ത്യൻ സമയം വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് സ്പേസ് ടെക് ഡോക്കിംഗ് പരീക്ഷണം ആരംഭിക്കും. ഇസ്രോയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ നാളെ രാവിലെ 8 മണി മുതൽ ബഹിരാകാശ ഡോക്കിംഗ് തത്സമയം കാണാം. ISRO കഴിഞ്ഞ ഡിസംബർ 30 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് PSLV-C-60 ലോഞ്ച് വെഹിക്കിളിലാണ് 2 സ്പേഡെക്സ് സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചത്. ഏതാണ്ട് 220 കിലോഗ്രാം വീതം ഭാരമുള്ള SDX-01 ചേസർ, SDX-02 എന്നീ ഉപഗ്രഹങ്ങളാണ് ഈ പരീക്ഷണ ദൗത്യത്തിലുള്ളത്. 20 കിലോമീറ്റർ അകലത്തിൽ വിക്ഷേപിക്കപ്പെട്ട ഈ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 5 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ, 500 മീറ്റർ, 15 മീറ്റർ, 3 മീറ്റർ എന്നിങ്ങനെ സാവധാനം കുറച്ചുകൊണ്ടുവന്നാണ് ഒടുവിൽ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുക. ഈ ഡോക്കിംഗ് പരീക്ഷണം ജനുവരി 6 നടത്താനായിരുന്നു ആദ്യം പദ്ധതിയിട്ടിരുന്നതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് 9 നീട്ടിവെക്കുകയായിരുന്നു. നാളത്തെ സ്പേഡെക്സ് ഡോക്കിംഗ് വിജയിച്ചാൽ ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള 4ാമത്തെ രാജ്യമെന്ന ഖ്യാതി ഇന്ത്യ നേടും. ഇതിനു മുൻപ് അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമേ സ്പേസ് ഡോക്കിംഗ് ടെക്നോളജി വിജയിപ്പിച്ചിട്ടുള്ളൂ. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ നിർമ്മാണത്തിന് സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൂടിയേ തീരൂ. അതിനാൽ ഏറെ പ്രതീക്ഷയോടെയാണ് നാളത്തെ പരീക്ഷണത്തെ ISROയും രാജ്യവും ഉറ്റുനോക്കുന്നത്. അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ 2921 ഏക്കറോളം വരുന്ന പ്രദേശത്ത് കാട്ടുതീ പടർന്നു പിടിച്ചു. ഞായറാഴ്ച രാത്രിയിൽ ആരംഭിച്ച കാട്ടുതീ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുകയായിരുന്നു. കാട്ടുതീയിൽ 10,000-കണക്കിന് വീടുകൾ നശിച്ചതായാണ് വിവരം. സംഭവത്തെ തുടർന്ന് ലോസ് ഏഞ്ചൽസിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭയാനകമായി പടർന്നു പിടിച്ച തീ നിയന്ത്രണ വിധേയമാക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ അപകടസ്ഥലത്ത് എത്തിയിരുന്നു. പ്രാദേശിക സമയം വൈകുന്നേരം 6:30 പസഫിക് പാലിസേഡ്സ് തീപിടുത്തമുണ്ടായത്. ഇതുവരെ ആർക്കും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. പുരാതന ഗ്രീസിലെയും റോമിലെയും പ്രശസ്തമായ കലകളുടെ ശേഖരമുള്ള മാലിബുവിലെ ഹിൽ ടോപ്പ് മ്യൂസിയമായ ഗെറ്റി വില്ലയ്ക്ക് സമീപമാണ് തീ അപകടകരമായ രീതിയിൽ പടർന്നത്. എന്നാൽ മ്യൂസിയത്തിലെ ശേഖരം സുരക്ഷിതമാണെന്ന് അധികൃതർ അറിയിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കാറ്റ് ശക്തി പ്രാപിക്കുകയും കൂടുതൽ വിനാശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി 10 മണി മുതൽ ബുധനാഴ്ച പുലർച്ചെ 5 മണി വരെയാണ് ശക്തമായ കാറ്റ് പ്രതീക്ഷിക്കുന്നതെന്നും മുന്നറിയിപ്പിൽ ഉണ്ടായിരുന്നു. അതേസമയം ലോസ് ഏഞ്ചൽസ്, ഓറഞ്ച്, വെഞ്ചുറ, സാൻ ഡീഗോ, സാൻ ബെർണാർഡിനോ, റിവർ സൈഡ് പ്രദേശങ്ങളിൽ ബുധനാഴ്ച വൈകുന്നേരം 6 മണി വരെ ഉണ്ടാകുമെന്ന് ഗവർണറുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. കാട്ടുതീ പടർന്നതോടെ നഗരം പുകയും ചാരവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കടുത്ത പുകയെ തുടർന്ന് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ താൽക്കാലികമായി അടച്ചു. നഗരത്തിലെ 25,000-ഓളം വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും വൈദ്യുതിയില്ല. തീ കെടുത്താനായി 1000-ലധികം അഗ്നിശമന സേനാംഗങ്ങൾ തീവ്ര ശ്രമത്തിലാണ്. ഹോളിവുഡ് സിനിമാ താരങ്ങളും കായിക താരങ്ങളും അടക്കം നിരവധി പ്രശസ്തർ താമസിക്കുന്ന മേഖലയാണ് കിഴക്കൻ ലോസ് ഏഞ്ചലസിലെ ബ്രൈൻവുഡ്. ഔദ്യോഗിക വസതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ തന്നെ പുറത്താക്കിയതായി ഡൽഹി മുഖ്യമന്ത്രി അതിഷി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് തലേ ദിവസമാണ് പുറത്താക്കിയതെന്നും വാർത്താ ഏജൻസിയോട് അതിഷി പറഞ്ഞു. എന്നാൽ ഇതിനെതിരെ BJP നേതാക്കൾ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസമാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ 3 മാസത്തിനകം ഇത് 2ാം തവണയാണ് മുഖ്യമന്ത്രിയായി എനിക്ക് അനുവദിക്കപ്പെട്ട ഔദ്യോഗിക വസതിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്നതെന്നും അതിഷി പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് അനുവദിച്ച വസതി കത്ത് മുഖേന അവർ റദ്ദാക്കി. അത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും സർക്കാരിൽ നിന്നും തട്ടിയെടുത്തതെന്നും അതിഷി ആരോപിച്ചു. 3 മാസങ്ങൾക്ക് മുമ്പും കേന്ദ്രം ഇത് ആവർത്തിച്ചിരുന്നു. ഞാൻ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എന്റെ വസ്തുവകകളും കുടുംബത്തെയും അവർ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു. വീട് തട്ടിയെടുക്കുകയോ വീട്ടുകാരെ ഉൾപ്പെടുത്തി ആക്രമിക്കുകയോ ചെയ്താൽ ഞങ്ങളെ തടയാൻ കഴിയുമെന്നാണ് BJP കരുതുന്നത്. എന്നാൽ ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലും കർത്തവ്യങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകുന്നില്ലെന്നാണ് ഡൽഹിയിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്നും അതിഷി കൂട്ടിച്ചേർത്തു. BJP ഡൽഹിയിലെ ജനങ്ങൾക്കായി ഒന്നും തന്നെ ചെയ്യില്ല. കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ, ആളുകൾക്ക് വൈദ്യുതി ലഭ്യമാണോ എന്നതൊന്നും അവരെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ആം ആദ്മി നേതാക്കൾക്കെതിരെ പ്രവർത്തിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നതെന്നും അതിഷിയെ പിന്തുണച്ചുകൊണ്ട് മന്ത്രിസഭാംഗമായ സൗരഭ് ഭരദ്വാജ് പറഞ്ഞു. എന്നാൽ അതിഷിയുടെ ആരോപണം BJP തള്ളി. ഡൽഹി മുഖ്യമന്ത്രിയായ അതിഷി കള്ളം പറയുകയാണെന്ന് BJPയുടെ IT മേധാവിയായ
അമിത് മാളവ്യ പറഞ്ഞു. 2024 ഒക്ടോബർ 11 മുതൽ ഔദ്യോഗിക വസതിയായ ശീഷ് മഹൽ അതിഷിക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അതിഷി ഇപ്പോഴും വസതിയിൽ താമസം തുടങ്ങിയിട്ടില്ല. അതിനാൽ അനുമതി പിൻവലിക്കുകയും പകരം 2 ബംഗ്ലാവ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതു സംബന്ധിച്ച് ഡൽഹി സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പ് പുറത്തിറക്കിയ കത്ത് മാളവ്യ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ടിബറ്റിൽ 1 മണിക്കൂറിനുള്ളിൽ തുടർച്ചയായി ഉണ്ടായ 6 ഭൂചലനങ്ങളിൽ മരണസംഖ്യ ഉയരുന്നു. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയത് ഉൾപ്പെടെ 6 ഭൂചലനങ്ങളാണ് തുടർച്ചയായി ഉണ്ടായത്. തുടക്കത്തിൽ ആളപായം കുറവായിരുന്നുവെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ രക്ഷാപ്രവർത്തകർ നടത്തിയ വ്യാപക പരിശോധനകളിൽ നിരവധി മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിന് സമീപം നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണതായും ഭൂകമ്പത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവിടങ്ങളിൽ ഭൂകമ്പം അനുഭവപ്പെട്ടു. ദില്ലി NCRലും ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിലും വടക്കൻ മേഖലയിലെ 1-ലധികം സ്ഥലങ്ങളിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. പശ്ചിമ ബംഗാളിലും അസം ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു. ടിബറ്റിലുണ്ടായ വിനാശകരമായ ഭൂകമ്പത്തിൽ ഇന്ത്യ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യയിലെ ജനങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും ഭൂകമ്പത്തിന്റെ ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒപ്പമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ടിബറ്റിൽ ഭൂചലനം മൂലമുണ്ടായ നാശനഷ്ടങ്ങളിൽ ഇന്ത്യൻ സർക്കാർ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. നേപ്പാളിന്റെ ഭൂപ്രകൃതിയാണ് അടിക്കടി നേപ്പാളിൽ ഭൂചലനത്തിന് കാരണമാകുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഷിഗാറ്റ്സി നഗരത്തിന്റെ 200 കിലോമീറ്ററിനുള്ളിൽ 3 അതിലധികമോ തീവ്രതയുള്ള 29 ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേപ്പാളും ഇതിനു മുൻപ് ശക്തമായ ഭൂചലനമുണ്ടായിട്ടുള്ള രാജ്യമാണ്. 2005-ലുണ്ടായ ഭൂചലനത്തിൽ 10,000-ലധികം പേർക്ക് ജീവൻ നഷ്ടമാവുകയും 2015-ൽ റിക്ടർ സ്കെയിലിൽ 7.8 രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 9,000 പേർ മരിക്കുകയും 22,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:47 അഫ്ഗാനിസ്ഥാനിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. പിന്നാലെയാണ് നേപ്പാളിലും ഭൂചലനം ഉണ്ടായത്. കുത്തനെയുള്ള പർവ്വത പ്രദേശങ്ങളും ഉയർന്ന ഉയരങ്ങളും ഉൾപ്പെടുന്ന പ്രദേശം രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി നിറഞ്ഞതാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.